ഹലോ ഹായ്. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കാളഹസ്തിയിലേക്കാണ്. ഞങ്ങളുടെ ഫസ്റ്റ് യാത്ര തിരുപ്പതിയായിരുന്നു. രണ്ടാമത്തെ ദിവസം അതിന് ചുറ്റുപാടുള്ള കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ പോയി. അതായത് കപിലേശ്വര ക്ഷേത്രം, കപിലതീർത്ഥം, വേണുഗോപാല ക്ഷേത്രം, ഇങ്ങനെ ഒരു 5-6 ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ച് ഞങ്ങൾ നമ്മുടെ യാത്ര അവസാനിക്കുന്ന ദിവസം, മൂന്നാമത്തെ ദിവസം ഞങ്ങൾ കാളഹസ്തിയിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ കാളഹസ്തിയിലേക്കുള്ള യാത്ര തുടരുന്നു. അങ്ങനെ നമ്മൾ കാളഹസ്തിയിലെത്തി. കണ്ടില്ലേ, ആ മുകളിലിരിക്കുന്ന അതാണ് കണ്ണപ്പ ക്ഷേത്രം. അത്രയും കുന്നിലാണ് ആ ക്ഷേത്രം ഇരിക്കുന്നത്. നമുക്ക് ഇനി പാർക്കിങ്ങിൽ കൊണ്ടുവന്ന് വണ്ടിയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്ത് അവിടെ നമുക്ക് ഇവിടെ ക്ഷേത്രത്തിലോട്ട് വരണം. ഈ കാണുന്നില്ലേ റെഡും വൈറ്റും ആയിട്ടുള്ള ആ സ്റ്റെപ്പ്, അവിടെ കൂടിയാണ് ആ കണ്ണപ്പ ക്ഷേത്രത്തിൽ കയറുന്ന വഴി. എന്നുവെച്ചാൽ അത്രയും കുന്നിലാണ്. ഏകദേശം ഒരു 10-20 മിനിറ്റ് എടുക്കും നമുക്ക് അവിടെ കയറി പറ്റാൻ. അപ്പം നമ്മൾ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളങ്ങനെ ക്ഷേത്രത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഇവർ 2 സ്ത്രീകൾ നടക്കണില്ലേ, അവർ ഇങ്ങനെ ഭസ്മം നനച്ച് കൊണ്ട് നടക്കും. അവർ അച്ചുമായിട്ട് ഇങ്ങനെ കുറി ഇട്ട് തരും. ഒരു 50 രൂപ കൊടുക്കുമ്പം നമുക്കൊക്കെ കുറി ഇട്ട് തരും. ഈ കുറി ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ കയറി മിക്കവാറും എല്ലാവരും അങ്ങനെ കുറി വാങ്ങിക്കും. 3 വര ഇങ്ങനെ ഇട്ട് തരും. അതിന് വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പം നമുക്ക് ക്ഷേത്രത്തിനകത്തോട്ട് കയറാം. എത്ര ദൂരം മൊബൈൽ കയറ്റുമെന്ന് അറിയില്ല, എൻ്റെ കയ്യിൽ മൊബൈലുണ്ട്, നമുക്ക് കയറാം. നമ്മൾ ആദ്യം പോയത് പാതാള ഗണപതിയെ കാണാനാണ്. പാതാള ഗണപതി എന്ന് പറയുമ്പോൾ ശരിക്കും താഴ്ചയിലിരിക്കുന്ന ഒരു ഗണപതിയാണ്. അതാണ് പാതാള ഗണപതി. നമുക്ക് അവിടെ കണ്ടിട്ട് വരാം. ഈ കാണുന്ന ഇദ്ദേഹമാണ്, ഈ റെഡ് ഉടുപ്പിട്ടിരിക്കുന്ന ആരാണ് ഞങ്ങളെ കോർഡിനേറ്റർ. ഇദ്ദേഹമാണ് ഞങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോയത്. അപ്പോൾ നമുക്ക് പാതാള ഗണപതിയെ കാണാം. കണ്ടില്ലേ, സ്റ്റെപ്പ് ഇറങ്ങി അങ്ങ് താഴ്ചയിൽ പോകണം. വളരെയധികം താഴ്ചയിൽ പോകുമ്പോഴാണ് ഈ ഗണപതി വിഗ്രഹം ഇരിക്കുന്നത്, ക്ഷേത്രം ഇരിക്കുന്നത്. പോറ്റി അവിടെ ഇരിപ്പുണ്ട്. പൂജ ചെയ്ത് നമുക്ക് പ്രസാദമൊക്കെ തരും. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങ് താഴെ പോയി ഭഗവാനെ തൊഴുത് നമുക്ക് കയറി വരാം. കണ്ടില്ലേ ഇത്ര താഴ്ചയുണ്ടെന്ന്. ഒരു 8 സ്റ്റെപ്പുണ്ട്. ഈ കാണുന്നത് നമ്മൾ ഈ സർപ്പദോഷമൊക്കെ ഉള്ളവർ നേർച്ചയ്ക്ക് വേണ്ടി വയ്ക്കുന്ന സർപ്പങ്ങളുടെ വിഗ്രഹങ്ങളാണ്. പല തരത്തിലുള്ള സർപ്പ വിഗ്രഹങ്ങളാണ് ഇവിടെ. ഒരുപാട് ഏരിയ മുഴുക്ക ഇതിങ്ങനെ കൊണ്ടുവച്ച ആൾക്കാർ നേർച്ചയ്ക്ക് കൊണ്ട് വയ്ക്കുന്ന സ്ഥലമാണ്. നമുക്ക് മുകളിലോട്ട് കയറാം. ഇവിടെ ചെക്ക് ചെയ്താൽ മതി. ഈ റെഡ് റിബൺ കെട്ടിയിരിക്കുന്നത് നമ്മളെ ഗ്രൂപ്പിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കഴുത്തിൽ ഒരു റിബൺ കെട്ടിയിരിക്കുന്നത്. ഇനി മൊബൈൽ ഇതുവരെ അലൗഡുള്ളൂ. മൊബൈൽ നമുക്കിനി ഇവിടെ ഏൽപ്പിച്ചിട്ട് വേണം നമുക്ക് അകത്തുള്ള ക്ഷേത്രങ്ങളും എല്ലാം നമുക്ക് തൊഴുത് മടങ്ങാനായിട്ട്. ഇനി മൊബൈൽ ഒരു കാരണവശത്താലും അകത്തോട്ട് കയറ്റില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. നിങ്ങൾക്ക് അകത്തോട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയാത്തതിൽ, മൊബൈലകത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് തന്നെ വലിയ ഒരു ഉപകാരമാണ്. അപ്പം എല്ലാവരും എന്നോട് ക്ഷമിക്കുക. എനിക്ക് അകത്തോട്ടുള്ള ഒന്നും കാണിച്ചു തരാൻ വയ്യ. അപ്പം ഞങ്ങളിതെല്ലാം ഒന്ന് കണ്ട് മടങ്ങി വരാം. മൊബൈൽ അവിടെ ഏൽപ്പിക്കാൻ ആൾക്കാരുണ്ട്. അവിടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറി എല്ലാം ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഇതുവഴിയാണ് കേട്ടോ. അങ്ങ് അകത്തോട്ട് പോകുമ്പോൾ ഒരുപാട് വിഗ്രഹങ്ങൾ കാണേണ്ടതായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. ഒരുപാട് കല്ലിൽ കുത്തിയ പ്രതിമകൾ ധാരാളമുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ ഈ വർഷത്തെ 2ാമത്തെ തീർത്ഥയാത്ര അവസാനിച്ചു. അപ്പോൾ ഞങ്ങൾ ഇനി കണ്ണപ്പ ക്ഷേത്രത്തിൽ പോയ കുറച്ച് ഫോട്ടോസ്, അതായത് ഞങ്ങളെ കൂടെ വന്ന ഒരാൾ ഫോട്ടോ തിരിച്ച് വന്ന് മൊബൈൽ വാങ്ങിച്ചെടുത്ത് വന്ന് അത് കൊണ്ടുവന്ന് ഞങ്ങൾ കണ്ണപ്പ ക്ഷേത്രത്തിൽ പോയപ്പോൾ ഒക്കെ എടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ആ ക്ഷേത്രത്തിലുള്ള കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. ഇത് ഞങ്ങൾ കണ്ണപ്പ ക്ഷേത്രത്തിൽ നിന്നെടുത്തതാണ്. അത്രയും ഉയരത്തിൽ നിന്നെടുത്ത ഫോട്ടോയാണ് ഇത്. ഇതാണ് അവിടുത്തെ ഈ പ്രതിമ. ഇവിടെ വേറെ ഒന്നും കാണാനില്ല, ഈ പ്രതിമയേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്നതാണ്. ഇത് ഞങ്ങളുടെ ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിനോടാണ് ഞങ്ങൾ ഒരു ഗ്രൂപ്പ്. ഇതുപോലത്തെ 3 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ. അവിടെ നിന്ന് സീനറീസൊക്കെ കാണാം. ആ ഒരു ഭംഗി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് അവിടെ നിന്നോ കാണുന്നതാണ്. ആ കെട്ടിടങ്ങൾ, റോഡ്, ഇതെല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് കാണാം. ഇത് കാളഹസ്തി ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗമാണ്. ഗോപുരവും അതും എല്ലാം ഇങ്ങനെ എൻ്റെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഓക്കെ, ബൈ.